തിരുമേനി വരിക. കൊള്ളാലോ രാമ, ഇതൊക്കെ കേമായിരിക്കണു. രാമ, നമുക്കിനിയും വഴിതെറ്റിയോ ആവോ? എന്താ തിരുമേനി പറയുന്നത്? എന്താണ്? നമുക്ക് എങ്ങനെയാ വഴി തെറ്റുന്നത്? ഗൂഗിൾ മാപ്പിലെ പെണ്ണല്ലേ വഴി പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരിക്കലും വഴി തെറ്റത്തില്ല. അത് സത്യാട്ടോ രാമ. ഈ വന്ന കാലത്ത് പുരുഷന്മാരെ വഴി തെറ്റിക്കാത്ത ഒരു പെണ്ണേ ഉള്ളൂ. അതാരാണാവോ? അതാണ് ഈ ഗൂഗിൾ മാപ്പിലെ പെണ്ണ്. അഥവാ ഇത് തന്നെ നമുക്ക് വഴി തെറ്റിയാൽ തന്നെ 65,000 രൂപയുടെ മൊബൈലല്ലേ എൻ്റെ ഇരിക്കുന്നത്. ഇതിന് ഗൂഗിൾ ഉണ്ട്, നെറ്റ് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് വഴി നമുക്ക് വളരെ നിശ്ചയമായിരിക്കും. എത്ര രൂപയാണ് രാമ ഇതിന്? 65,000 രൂപ. ഹൈ ശിവനെ, എന്താ നാം ഈ കേൾക്കണത്? 65,000 രൂപയോ ഒരു ഫോണിന്? ഞാൻ ഒരു വട്ടം ചോദിക്കട്ടെ രാമ. ചോദിക്കാ തിരുമേനി. രാമന്റെ വീട്ടിലെ കക്കൂസിന്റെ പണി എന്തായി? പഞ്ചായത്ത് മെമ്പറെ കണ്ട ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ലോൺ ശരിയായാൽ നടക്കും. കേട്ടില്ലേ ഈ ശപ്പം പറയണത്? 65,000 രൂപയുടെ ഫോൺ ഇരിക്കുക. വീട്ടിലെ കക്കൂസ് പണിയെങ്കിൽ മെമ്പറുടെ അനുവാദം വേണത്രേ. എന്താ കഥ അല്ലേ? ഹായ് ഹായ് ഹായ്. കണ്ടോ രാമ, ഈ ഹായ് എന്ന് പറയുന്ന വാക്ക് ആരാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? ആരാണ്? നോമാണ്. ഹൈ ഹൈ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ അത് ഹായ് എന്ന് പരിണമിച്ചിരിക്കുന്നത്. എന്താ രാമ, രാമൻ ആരെയാണ് ഈ വിഷ് ചെയ്യുന്നത്? ഞാൻ കൈ വെച്ചതല്ല, തിരുമേനിയുടെ മുറുക്കാഞ്ചലത്തിന്റെ ഇടയിൽ എന്റെ ചെറുവിരൽ പോയി. എന്താ ഇത്? അല്ല തിരുമേനി, നമസ്കാരം. നമസ്കാരം. എവിടെന്നാ പറഞ്ഞേ? നാം അങ്ങ് കരിക്കായ ഇല്ലത്തൂന്ന് വരികയാണ്. കരിക്കാശ്ശേരി ഇല്ലത്തൂന്ന്. വരിക്കാശ്ശേരി ഇല്ലൊന്നല്ലേ? അതോ വേറെ ഇല്ല. നോമിന്റെ ഇല്ല എന്ന് പറയുന്ന കരിക്കാശ്ശേരി ഇല്ല എന്നാണ്. ഈ വരിക്കാശ്ശേരി ഇല്ലത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇല്ല. വരിക്കച്ചക്ക കൊണ്ട് അവിടെ എരിശ്ശേരി ഉണ്ടാക്കും. അതുകൊണ്ടാണ് അവിടെ വരിക്കാശ്ശേരി എന്ന് വിളിക്കുന്നത്. നോമിന്റെ ഇല്ലത്ത് കരിക്കായ കൊണ്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് കരിക്കാശ്ശേരി ഇല്ലെന്ന് അതിനെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ അറിയത്തില്ലേ? കരിക്കാശ്ശേരി ഇല്ലത്തിലെ വാമദേവൻ തിരുമേനി. രാമാ, തിരുമേനി ഇല്ലത്ത് ആരൊക്കെ ഉണ്ട് തിരുമേനിയുടെ? ഇല്ലത്ത് രാമനുണ്ണി, വിക്രമനുണ്ണി, മാധവനുണ്ണി, ഊർമിള ഉണ്ണി, ദിവ്യ ഉണ്ണി, അർജുനനുണ്ണി. അല്ല തിരുമേനി, ഞാൻ ചോദിക്കട്ടെ, എല്ലാ ഇല്ലത്തും ഏത് ഇല്ലത്തെടുത്താലും ഈ പിള്ളേരുടെ പേര് ഈ ഉണ്ണീന്ന് കൂട്ടി വിളിക്കണേ? ഇല്ലത്തെ പിള്ളേർക്ക് ഉണ്ണീന്ന് പേരിടാതെ സണ്ണി ലിയോണിന് പേരിടാൻ പറ്റുമോ? എന്താ തിരുമേനിയെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. തിരുമേനി പാണ്ഡിത്യത്തിൽ അഗ്രഖണ്ഡനാ. സംസ്കൃതം അരച്ച് കലക്കി കുടിച്ചിരിക്കുകയല്ലേ തിരുമേനി? എന്താ ഈ മലയാളം അരച്ച് കലക്കി കുടിക്കാത്തത്? പറ്റില്ല. എന്താ? മലയാളത്തിൽ ചില്ലക്ഷരങ്ങളുണ്ട്. തൊണ്ടയിൽ കുടിയാൽ മൃത്യു വരിക്കും. അതുകൊണ്ടാണ് മലയാളം അരച്ച് കലക്കി കുടിക്കാത്തത്. അത് തന്നെയല്ല, എന്താ തിരുമേനി എന്തു സാവില്ല, വലിയ കലാകാരനാണ്. പിന്നെ തിരുമേനിയുടെ പറയൂ. ഞാൻ ഒരു വട്ടം അങ്ങോട്ട് ചോദിക്കട്ടെ, എന്റെ കദളിപ്പഴങ്ങൾ കേട്ടിട്ടുണ്ടാ? ഇല്ല ഇല്ല ഇല്ല. ഹൈ, കേട്ടില്ലേ? ഇല്ല. എന്നാ പിടിച്ചോളൂ. കേട്ടിട്ടില്ലേ? കദളിപ്പഴങ്ങൾ കേട്ടിട്ടില്ല? അപ്പൊ ഇത് കഥകളിപ്പതല്ലേ? ഞാൻ എന്താ പറഞ്ഞ നിങ്ങളോട്? കഥളിപ്പഴന്ന് അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എന്താ രാമാ തിരുത്താത്തത്? കദളിപ്പദമാണ്. അത് കേട്ടിട്ടുണ്ടോ? നാം കഥകളി ആശാനാണ്. ഇത് മാത്രമല്ല, തിരുമേനി പഴഞ്ചൊല്ലിലൊക്കെ അഗ്രഗണ്യനാണ്. ആണോ? അയ്യോ, അല്ല തിരുമേനിക്ക് ഇത്ര പഴഞ്ചൊല്ലി നല്ല നോളജ് ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചോദിക്കട്ടെ? ഓക്കെ, ചോദിച്ചോളൂ. പയ്യെ തിന്ന എന്തിനാ പയ്യാക്കുന്ന? കുറച്ച് സ്പീഡിൽ തിന്നുകൂടെ? സമയം പോകും പയ്യെ തിന്നാൽ. സ്പീഡിൽ തിന്നോളൂ, ഒരുപാട് കഴിക്കാൻ പറ്റുമല്ലോ. അതോടെ വെളുക്കാൻ തേച്ചാ സമയം കഴിയുമ്പോ അത് തൂത്ത് കളയണം, ഇല്ലെങ്കിൽ അവിടെ ഇരുന്നത് വേറെ അസുഖങ്ങൾ ഉണ്ടാക്കും. തുടച്ചു കളയണം വെളുക്കാൻ തേച്ചാൽ. ഇതെല്ലാം പോട്ടെ പോട്ടെ. കാക്ക കുളിച്ചാ പനി പിടിക്കും, പിന്നെ ചുമ പിടിക്കും, അങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകും. സമയം തെറ്റി കുളിക്കരുത്. ഭയങ്കരമായ പാണ്ഡിത്യായി പോയിട്ട് ഞാൻ എന്താ ചെയ്യാ? പിതൃപുണ്യം അത്രയല്ലേ പറയണ്ടു. കുട്ടി വേളി കഴിച്ചോ? ഇല്ല. തിരുമേനി വെളി കഴിച്ചോ?
ഉവ്വ 2 എണ്ണം വരുന്ന വഴിക്ക് 2 ബേളിയും 1 ചായയും മതി. തിരുമേനി അത് വേളിയല്ല ബോളിയാ. ചമ്മിയോ? എന്താ ചെയ്യുക? അല്ല തിരുമേനി, എല്ലാ തിരുമേനി എന്നാ പറഞ്ഞാട്ടോ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം ഒന്നുമില്ല. നാം നിങ്ങളുടെ പരിപാടിയൊക്കെ കാണണ്ട. എന്താ ഇതിന്റെ പേര്? കോമഡി മസാല. നല്ല പരിപാടി കേട്ടാ. നല്ലൊരു കൈയടി കൊടുക്കാം അവർക്ക്. നല്ല പരിപാടിയാണ്. അപ്പൊ നോമിന് ഇതൊന്ന് നേരിട്ട് കാണണം. എനിക്കും രാമനും ഇതൊന്ന് നേരിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം. അങ്ങനെ വന്നാണ് തിരുമേനി. അത് ഒരു കുഴപ്പമുണ്ട്, ഈ ഓഡിയൻസ് ആയിട്ടാ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓഡിയൻസിലെ എല്ലാരും ഫില്ലായി പോയല്ലോ, സീറ്റില്ല. അയ്യോ സീറ്റില്ല. ഹൈ, എന്താ ചെയ്യുക? എവിടെ ഇരുത്തും? ഇവര് നേരത്തെ വന്നിരുന്നില്ലേ? നേരത്തെ വന്നിരുന്നു. ഉറക്കമൊന്നുമില്ല, രാവിലെ ഇങ്ങ് പോന്നു. അപ്പൊ നമ്മളിപ്പോ എവിടാന്നിരിക്കുക? അതെ, നമുക്ക് പിന്നെ കണ്ടാലോ? എന്തായാലും നോമിന് ഈ പരിപാടി കാണണം. ഒരു കാര്യം ചെയ്യാ, നിങ്ങൾ ഇത് ദിവസം കാണുന്നതല്ലേ, ഒന്ന് എഴുന്നേറ്റ് മാറുക. ഞങ്ങൾ അവിടെ ഇരുന്ന് ഈ പരിപാടി ഒന്ന് കണ്ടിട്ട് പോയിക്കോളട്ടെ. അല്ല, അതങ്ങനെ ശരിയാവും? അത് പറ്റില്ല. അത് ശരിയാകും. നിങ്ങൾ ഇത് ദിവസം കാണുന്നതല്ലേ സുഹൃത്തുക്കളെ? അതല്ല, ഞങ്ങളോട് ചുമ്മാ വന്നിരിക്കുകയല്ലേ. പിന്നെ ഈ പ്രോഗ്രാം കണ്ടിട്ട് അതിന് അനുയോജ്യമായ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുമല്ലേ. എന്താ കഥ? ഇതെന്താണ് ഇത്ര പാട് പറയാൻ? സൂപ്പർ, നല്ല പെർഫോമൻസ്, എല്ലാം കൊള്ളാം, അടിപൊളി. ആദ്യം മുതൽ തുടക്കം മുതൽ അവസാനം വരെ ഗംഭീരമായിരുന്നു. ഇത്രയും പറഞ്ഞാൽ പോരെ? ഇതെന്തിനാണ് ഇതാണ് വലിയ ആനക്കാരിയാണോ ഇത്? ഒന്ന് മാറി തരിക പ്ലീസ്. ഞാനും തിരുമേനി അവിടെ ഇരിക്കാം. വേറെ പ്രശ്നം, ഞങ്ങൾക്ക് അങ്ങനെ എഴുന്നേറ്റക്കാൻ പറ്റില്ല. കാരണം അതെന്നാ തളർവാദാണോ? അതുകൊണ്ടല്ല, പിന്നെ ഇത് വേറെ സംഭവം. ഇതിൽ എളുപ്പമുള്ള വേറെ പണി ചെയ്യുന്ന ഒരാളിരിപ്പുണ്ട്. എവിടെ? ആക്ഷൻ കട്ടെന്ന് മാത്രം അങ്ങ് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ അഭിപ്രായം പറയണ്ട. അഭിപ്രായം പറയണ്ട. അവിടെ ഇത് മാത്രം ആക്ഷൻ കട്ട് അത് ഏത് ഇല്ലത്താണ്? നേരെ അങ്ങ് ചെന്നിട്ട് മേളിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ ഉണ്ടത്. അവിടെ ചെന്ന് ഇത് പറഞ്ഞാൽ മതി, ആക്ഷൻ കട്ട്. ഓക്കെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോകാന്നല്ലേ രാമ? ഓക്കെ, അങ്ങോട്ട് പോകാം. തിരുമേനി വരൂ, അവിടെ ചെന്നിട്ട് ആക്ഷൻ കട്ടെന്ന് പറയാം. വാ വരൂ. എന്താ വിളിച്ചേ? തിരുമേനിന്ന് അടിക്കും ഞാൻ. ഡയറക്ടർ ആക്ഷൻ കട്ട് പറയുന്ന ആള്. ഇനി എന്നെ തിരുമേനിന്ന് വിളിച്ചാൽ ഇല്ലത്തൊന്ന് താൻ കട്ട. തിരുമേനിയേ നടക്കുക. ഡയറക്ടറേ നടക്കുക. എവിടെയാ സീറ്റ്?